അള്ളാഹുവിന്റെ പ്രവാചകൻ നടന്ന് ഈന്തപ്പന തോട്ടത്തിൽ കടന്നു ചെന്നിട്ട് ചോദിക്കുന്നു, മനുഷ്യാ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? ആ മനുഷ്യൻ പറയുകയാ, ഈ കാണുന്ന ഈന്തപ്പനത്തോട്ടം വെള്ളം കോരി നനച്ചാൽ, ഈ കാണുന്ന ഈന്തപ്പനത്തോട്ടമുണ്ടല്ലോ, ഇത് കിണറ്റിൽ നിന്ന് വെള്ളം കോരി നനച്ചാൽ ഒരു തൊട്ടി വെള്ളത്തിന് പകരം 3 കാരക്ക ഞാൻ കൂലി തരാ. അള്ളാന്റെ പ്രവാചകന് സന്തോഷമായി, റസൂലുള്ളാഹിന് വല്ലാത്ത സന്തോഷമായി. തൊട്ടിയും കയറും എടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അള്ളാന്റെ റസൂല് വെള്ളം കോരുകയാ. അള്ളാന്റെ റസൂല് വെള്ളം കോരുകയാ. ഒന്നാമത്തെ തൊട്ടി വെള്ളം കോരിയിട്ട് മരങ്ങൾ നനയ്ക്കുകയാണ്. രണ്ടാമതും കോരി, മൂന്നാമതും വെള്ളം കോരി. സുബ്ഹാനല്ലാഹ്. നാലാമത് വെള്ളം കോരാ, നാലാമത് വെള്ളം കോരാ. തൊട്ടിയും കയറുമെടുത്ത് കിണറ്റിലേക്കിടുമ്പോ കയറടിഞ്ഞ് തൊട്ടി കിണറ്റിൽ വീണു പോവുകയാ. കയറടിഞ്ഞിട്ട് തൊട്ടി കിണറ്റിൽ വീണുപോയി. പടച്ചവനെ, അറാബിയുണ്ടല്ലോ, കിണറ്റിലേക്ക് തൊട്ടി വീണ ദേശം കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ കവിളിലേക്ക് ആഞ്ഞടിക്കുകയാ. പ്രവാചകന്റെ മുഖത്തടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. പ്രവാചകന് കിണറ്റിന്റെ ചുവട്ടിൽ നിന്നിട്ട് തൊട്ടി കിടക്കുകയാണ്. വെള്ളത്തിൽ വീണുപോയ തൊട്ടിയെടുത്തിട്ട് അവസാനം ആ മനുഷ്യന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മനുഷ്യാ, എന്റെ കൂലിയൊന്ന് തരുവോ? 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ, എനിക്കതിന്റെ കൂലിയൊന്ന് തരുവോ? എന്റെ പ്രിയമുള്ളവരെ, അറാബി 9 കാരക്കയെടുത്ത് കയ്യിൽ വെച്ചു കൊടുത്തു. 9 കാരക്കയെടുത്ത് കയ്യിൽ വെച്ച് കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. പ്രവാചകൻ ഒരു വാക്കും പറഞ്ഞില്ല, ദേഷ്യപ്പെട്ടില്ല. ചിരിക്കുന്ന മുഖത്തോട് 9 കാരക്കയെടുത്ത് കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ റസൂലുള്ള ഓടുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. നടന്നു വന്ന പ്രവാചകൻ ഓടുകയാ. ഓടിച്ചെന്നിട്ട് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അതാ തളർന്നു കിടക്കുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ 2 കൊച്ചുമക്കളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ മക്കളുടെ വായിലേക്ക് ഈത്തപ്പഴം വെച്ച് കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ മുഖം മറയ്ക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ മുഖം മറയ്ക്കുകയാ. കാരണം അടികൊണ്ടിട്ട് റസൂലുള്ളാഹിന്റെ മുഖം ചുമന്നു കിടക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അടുത്ത് വന്ന് നോക്കുമ്പോ പ്രവാചകൻ തന്റെ കൈകൊണ്ട് മുഖം മറച്ചു വെക്കുകയാണ്. തന്റെ കൈകൊണ്ട് മുഖം മറച്ചു വെക്കുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കൈ പിടിച്ചു മാറ്റുമ്പോ റസൂലുള്ളാഹിന്റെ മുഖം ചുമന്നു തുടത്ത് കിടക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മുഖം ചുമന്നു കിടക്കുകയാണ്. ഫാത്തിമ ബീവി ചോദിക്കുന്നു, ഉപ്പാ, എന്തേ ഉപ്പാ, എന്തേ ഉപ്പാ? എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്നവരെ, അല്ല നിനക്ക് ദാരിദ്ര്യം തന്നാ നീ പേടിക്കണ്ട. അല്ലാഹു നിന്നെയും നിന്റെ മക്കളെയും പട്ടിണി കിടത്തിയാലും നീ പേടിക്കണ്ട. അല്ലാഹു നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ. നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ, ഞാനും എന്റെ മക്കളും പട്ടിണിയാണ്, എന്റെ വീടിനകത്ത് പട്ടിണിയും ദാരിദ്ര്യമാ, ഒരാളോട് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. അല്ല നിന്നെ അത്ര ഇഷ്ടപ്പെടുന്ന പൊന്നുപോലെ, നിനക്കല്ല സ്വർഗം തരാനാണ് നിന്നെ ഇതുപോലെ പട്ടിണി കിടത്തുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പരീക്ഷണം വിശപ്പാട്. മൂന്നാമത്തെ പരീക്ഷണം എന്തെന്നറിയുമോ എന്റെ പ്രിയമുള്ളവരെ? അല്ലാഹു സമ്പത്ത് നഷ്ടപ്പെടുത്തി തരികയാ, കച്ചവടം നഷ്ടപ്പെടുകയാണ്, സാമ്പത്തിക ഞെരുക്കം തന്നിട്ട് അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയെ പരീക്ഷിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പത്ത് നഷ്ടപ്പെടുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ഒരു പിടി മണ്ണ് പോലും അല്ലാഹുവിന്റെ റസൂലിന് സ്വന്തമായിട്ടില്ലായിരുന്നു, സഹാബത്തിനില്ലായിരുന്നു. ഉള്ളത് മുഴുവനും പടച്ചവനെ ശത്രുക്കൾ പിടിച്ചു വാങ്ങുകയാണ്. എല്ലാം വലിച്ചെറിഞ്ഞിട്ടല്ലേ പോയത്. പണത്തിന്റെ പുറകിൽ കിടന്ന് സുഖിക്കുന്ന ചെറുപ്പക്കാരോട്, പണമാണ് വലുതെന്ന് വിശ്വസിക്കുന്നവരോട്, ഒരുപാട് അഹങ്കാരം കാണിക്കുന്നവരോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പൊന്നുമോനെ, മഹാനായ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നടന്നു വരികയാണ്. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ. ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ താടിരോമത്തിലൂടെ കണ്ണുനീരൊലിക്കാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്തിനാ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന് കരയുന്നത് കണ്ടപ്പോ അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ കരയുന്നത്? എന്തു പറ്റി നബിയേ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മിസ്സബേ, ഞാൻ നിന്റെ പഴയകാലം ഓർത്തുപോയി മിസ്സബേ. ആരാണ് മിസ്സബെന്നറിയുവോ? അല്പം സമ്പത്ത് കിട്ടിക്കഴിയുമ്പോ ഈ അഹങ്കാരം കാണിക്കുന്ന ചെറുപ്പക്കാരോട്, പെങ്ങന്മാരോട്, ഭർത്താവിന് നല്ല ഒരു ജോലി കിട്ടി, പാവപ്പെട്ടവളായിരുന്നു, ഒരു നല്ല ഭർത്താവിനെ കിട്ടി, 2 നില വീട് കിട്ടി, അല്പം പണം കൂടി കഴിയുമ്പോ പെറ്റ തള്ളയെ പോലും മറന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, സ്വന്തം കൂടപ്പറപ്പിനെ മറക്കുന്ന പെണ്ണുങ്ങളോട്, എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ടവന് വീടിന്റെ മുന്നിൽ വന്ന് കൈനീട്ടുമ്പോ ആട്ടി ഓടിക്കുന്ന പണക്കാരനോട് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ആരെന്നറിയുവോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു മിസ്അബ്. ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു മിസ്അബ്. മിസ്അബ് ധരിക്കുന്ന വസ്ത്രം സ്വർണത്തിന്റെ വസ്ത്രമായിരുന്നു. പൊന്നുമോനെ, ഒരിക്കലെങ്കിലും നീ ധരിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ പോലും ധരിക്കാത്ത വസ്ത്രമാണ് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്തിരുന്ന വസ്ത്രമാ ധരിച്ചിരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കലേ ഒരു സുഗന്ധം തേക്കൂ, പിന്നെ ഒരിക്കലും അത് ഉപയോഗിക്കില്ല. അല്ലാഹുവേ, മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് കുതിരയിൽ ഇങ്ങനെ പോകുന്നത് കാണാം. മക്കയിലെ സുന്ദരികളായ പെണ്ണുങ്ങൾ റോഡിൽ വന്ന് നിൽക്കുമായിരുന്നു. അത്രയ്ക്ക് വലിയവനായിരുന്നു മിസ്അബ്. ആ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് മുസ്ലിമാവുകയാ. ഉമ്മാനെ വല്ലാത്ത പേടിയാ. മിസ്അബ് ഉമ്മയെന്ന് പറഞ്ഞാ വല്ലാത്ത പേടിയാ. കാരണം വല്ലാതെ ദേഷ്യമുള്ള പെണ്ണായിരുന്നു മിസ്അബിന്റെ ഉമ്മ. ഭർത്താവിന് പോലും പേടിയായിരുന്നു. വീട്ടിലെ ജോലിക്കാർ മുഴുവനും മിസ്അബിന്റെ ഉമ്മയുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുമായിരുന്നു. അവസാനം മിസ്അബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായി എന്നറിയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ വീടിനകത്ത് കെട്ടിയിട്ടിട്ട് പട്ടിണിക്കിട്ട് തല്ലിച്ചതയ്ക്കുകയാ. വീട്ടിലെ ജോലിക്കാർ മുഴുവനും മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ തല്ലുകയാണ്. എന്ത് ചെയ്തിട്ടും മിസ്അബ് തിരിച്ചു വരുന്നില്ല, ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുന്നില്ല. അവസാനം മിസ്അബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ സഹാബത്ത് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു എന്നറിയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എങ്ങനെയോ കെട്ടിയിട്ടിരുന്ന കയറടിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാ. വീട്ടുകാര് പിടിക്കുകയാണ്, വീടിനകത്തിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടും തന്റെ പൊന്നുമകൻ നന്നാകാതെ വന്നപ്പോ അല്ലാഹുവേ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ പറയുകയാണ്, ഇവനെ വലിച്ചിടച്ചുകൊണ്ട് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയട്ടെ. ഇവൻ ജീവിച്ചാലെന്തേ, മരിച്ചാലെന്തേ, എനിക്കിങ്ങനെ ഒരു മകനില്ല. മിസ്അബിന്റെ ഉമ്മ പറയുമ്പോ സദാ വീട്ടുകാര് മുഴുവനും മിസ്അബ് എന്ന ചെറുപ്പക്കാരന് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയുകയാണ്. വീട്ടിൽ നിന്നിറങ്ങി പോകാൻ പോകുമ്പോ മിസ്അബിന്റെ ഉമ്മ വിളിക്കുന്നു, മോനെ മിസ്അബേ, നീ പോയി കഴിഞ്ഞാ, ഇവിടെ നിന്നിറങ്ങി പോയി കഴിഞ്ഞാ, മുഹമ്മദിന്റെ കൂടെ പോയി കഴിഞ്ഞാ, എന്റെ സമ്പത്തിൽ നിന്ന് 1 രൂപ പോലും നിനക്ക് തരൂല മിസ്അബേ.
മിസ്ബ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ പറയുന്നു, നമുക്ക് എത്ര കോടിയുടെ ആസ്തിയുണ്ടെന്നറിയുമോ? പൊന്നുമോനെ മിസ്ബേ, എനിക്ക് എത്ര കോടിയുടെ ആസ്തിയുണ്ടെന്നറിയുമോ മിസ്ബേ? മിസ്ബ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ഉമ്മ എത്രയുണ്ടുമ്മ? അവിടെന്ന് പറയുന്നു, പൊന്നുമോനെ ഈ മക്കയുടെ പകുതിയും എന്റെതാ പൊന്നുമോനെ. ഈ മക്ക എന്ന നാടുണ്ടല്ലോ, ഇതിന്റെ പകുതിയും എന്റെ സ്വത്താണ് മിസ്ബേ. നീ ഇവിടെ നിന്നിറങ്ങിപ്പോയാ ഒരു രൂപ പോലും നിനക്ക് തരൂലെന്ന് പറയുമ്പോ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മിസ്ബ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റിട്ടിരുന്ന വസ്ത്ര 9.5 മാസക്കാലം മിസ്ബേ, ഇനി ഉമ്മ എന്ന് പോലും നീ എന്നെ വിളിക്കാൻ പാടില്ല. ഞാൻ മരിച്ചാ പോലും നീ എന്നെ കാണാൻ വരല്ലേ മിസ്ബേ. നീ നശിച്ചു പോകുമടാ, നീ നശിച്ചു പോകുമടാ. മിസ്ബ റളിയല്ലാഹു തആല അൻഹു വീടിനകത്ത് നിന്നിറങ്ങിയില്ല. ഹദ്റത്ത് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു പോവുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞതെന്തിനെന്നറിയുമോ? ലോകത്തിന്റെ നേതാവ് കരഞ്ഞതെന്തിനെന്നറിയുമോ? ഈ സുന്നത്തിന്റെ വസ്ത്രം ധരിച്ച് നടന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഇട്ടിരുന്ന വസ്ത്രമുണ്ടല്ലോ, 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ചിരുന്ന വസ്ത്രമാ ധരിച്ചിരിക്കുന്നത്. 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ചിരുന്ന ഒരു പടയങ്കി മണിതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ മുന്നിൽ വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മിസ്ബേ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? നിനക്കൊരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ മിസ്ബേ? മിസ്ബ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വാപ്പ പോയപ്പോ ഒന്നും കൊണ്ടുപോയില്ല നബിയേ. ആര് പോയാലും ഒന്നും കൊണ്ടുപോകില്ലല്ലോ. മിസ്ബ് പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകില്ലല്ലോ നബിയേ. ഞാൻ ഇങ്ങനെ കീറിപ്പറഞ്ഞ വസ്ത്രം ഓരോ സ്ഥലം കീറുമ്പോഴും വളരെ സന്തോഷത്തോടെയാ തച്ചു വെക്കുന്നത്. എന്തിനെന്നറിയോ? സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാനാ നബിയേ. എനിക്ക് സ്വർഗം അത്ര ഇഷ്ടമാ നബിയേ. എന്റെ സമ്പത്ത് മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് ഞാൻ വന്നത് ആ സ്വർഗത്തിന് വേണ്ടിയാണ് നബിയേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ,